ഈസ്റ്റർ അപ്പത്തിലേക്ക് കടക്കുക. അപ്പോൾ അതിന് നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. അരിപ്പൊടി 1 കപ്പ്, റവ 1 കപ്പ്, പിന്നെ 1/2 കപ്പ് വെന്ത ചോറ്, ചുരണ്ടിയ തേങ്ങ, 2 സ്പൂൺ പഞ്ചസാര, അതിൻ്റെ കൂടെ 1 നുള്ളു ഉപ്പ്, 1 ടീസ്പൂൺ ഈസ്റ്റ്. ഇപ്പം നമ്മൾ കണ്ട ആ ഐറ്റംസ് എല്ലാം കൂടെ ചേർത്ത് ഈസ്റ്റും കൂടെ ചേർത്ത് അരച്ച് നല്ല പരുവത്തിനാക്കി വെച്ചത് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നല്ലപോലെ പൊങ്ങി. ഇതിൽ കുമളകൾ വരുന്നുണ്ട്, അത് കണ്ടാൽ അറിയാം. ഒരു ഇഡ്ഡലി പരുവത്തിലാണ് ഇത് കുഴച്ച് വെച്ചിരിക്കുന്നത്. ഇനി ഈ മാവാണ് നമ്മൾ അപ്പമായി കോരി ഒഴിക്കാൻ പോകുന്നത്. ഈ മാവിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾ കണ്ടു കാണുമല്ലോ, ഒരു ഇഡ്ഡലി പരുവത്തിലാണ്, കട്ടിക്കാണ് കുഴച്ച് വെച്ചിരിക്കുന്നത്. ഇത് ഒരുപാടൊന്നും വേണ്ട, ഇത്രയുള്ള ഒരു തവി ഒഴിച്ച് ഒന്ന് പതുക്കെ ഒന്ന് പരത്തി കൊടുത്താൽ മതി. 2 തവി, ആ 2 തവി എന്ന് പറയുന്ന ഒരു 1/2 കപ്പ ഇത്രയും ഒഴിച്ചാൽ മതി. ഇത് ഒഴിച്ച ഉടനെ തന്നെ താനെ പരക്കും. ഒത്തിരി കനം കുറയ്ക്കരുത്, പതുക്കെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. ഒരു വശം നേരെ ചൂടായി ഒന്ന് കുമള പോലെ വരും, അപ്പോൾ അതിൻ്റെ അടി വേവാൻ തുടങ്ങുന്നെന്നർത്ഥം. അത് കഴിഞ്ഞ് നമുക്കിതൊന്ന് തിരിച്ചിടണം. തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഒരപ്പം റെഡി. ഈ കുമളകൾ കണ്ടാലേ അടി വെന്ത് തുടങ്ങി. പാലപ്പത്തിൻ്റെ കൂട്ട് ഇത് അപ്പച്ചട്ടിയിലല്ല ഉണ്ടാക്കുന്നത്, ഇത് ഫ്ലാറ്റായിട്ടുള്ള പാത്രത്തിലോ അല്ലെങ്കിൽ ഇതുപോലത്തെ ചപ്പാത്തി ഉണ്ടാക്കുന്ന തവയിലോ ഉണ്ടാക്കിയാലും മതി. ഇപ്പോൾ ഒരു വശം വെന്ത് കഴിഞ്ഞു, ഇനി പതുക്കെ ഇതൊന്ന് തിരിച്ചിടാം. ഇതുപോലെ ലൈറ്റ് ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ 2 വശവും വെന്തെന്നർത്ഥം.